ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് നല്ല പാൽക്കപ്പ നല്ല എരിവുള്ള ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാൽ ഫസ്റ്റ് നമുക്ക് ബീഫ് സെറ്റാക്കാം. അപ്പോൾ നമ്മൾ ചട്ടി വെച്ച് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ് ഇത്ര ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. അത് അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമ്മൾ സബോളയും പച്ചമുളകും അതിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അത് കുറച്ച് നേരം അവിടെ ഇരുന്നോട്ടെ. നമ്മളിത് ബീഫ് നേരത്തെ തന്നെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ബീഫ് നല്ലോണം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ ഒരു പച്ചമണം മാറി കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പ് വെള്ളം കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ട് കുറച്ച് ഇളക്കി ഒന്ന് വാടി വന്നിട്ടേ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കത്തുള്ളേ. അപ്പോൾ അതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി യോജിപ്പിക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ബീഫ് കറി പെട്ടെന്ന് തന്നെ സെറ്റാകും കേട്ടോ. പാൽക്കപ്പ ബീഫ് അധികം നേരമേ എടുക്കില്ല, ഒത്തിരി സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് വരും. അപ്പോൾ നമ്മുടെ സബോളയൊക്കെ വരണ്ട് ഇവിടെ സെറ്റാകും. പിന്നെ നമുക്ക് പൊടികളായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ മീറ്റ് മസാല. നമ്മൾ ഗരം മസാല ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മീറ്റ് മസാല എടുത്തത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ബീഫ് ഒരു 4 വിസിലാണ് അടുപ്പിച്ചേക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ബീഫ് കറി ഇതിനകത്തോട്ട് ഒഴിച്ചതാ. ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ തിളച്ചിട്ട് ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ബീഫിലെ വെള്ളം തന്നെ എടുക്കുന്നുള്ളൂ. കണ്ടില്ലേ, നല്ല തിളച്ച് വരുന്നുണ്ട്, നല്ല മണം കേട്ടത് ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും. എന്നിട്ട് നമ്മുടെ ബീഫ് കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ പാൽക്കപ്പ. അപ്പോൾ കപ്പ നമ്മൾ ഉപ്പിട്ട് പുഴുങ്ങി വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് വാർത്തിട്ട് അതിനകത്തോട്ട് 2 തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ മിക്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വെളുത്തുള്ളി, ഉള്ളി, കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് എടുക്കാം, കുഴപ്പമില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സാക്കി നമുക്ക് എടുക്കണം. നല്ലോണം മിക്സാക്കട്ടെ. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ല വേവിച്ചാട്ട കപ്പ എടുത്തേക്കുന്നേ. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ 1 പാൽ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ താളിച്ച് ഊറ്റുന്നുണ്ട്. വറ്റൽമുളകും ഉള്ളിയും കടുകും ഇത്ര ഇട്ട് താളിച്ചൂറ്റി. അപ്പോൾ നമ്മുടെ കപ്പയും നമ്മുടെ പാൽക്കപ്പ നല്ല ബീഫ് കറി കണ്ടില്ല, നല്ല കളറൊക്കെ ഉണ്ട്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം. ആ പാൽക്കപ്പയുടെ മണ്ടയിലോട്ട് ആ ബീഫ് വയ്ക്കുന്നുണ്ടല്ലേ, നല്ല ടേസ്റ്റായിട്ട് രണ്ടും കൂടി കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്തുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.